ഇപ്പോൾ പി ശശി മാധ്യമങ്ങളെ കാണുന്ന തത്സമയം ജനങ്ങളുടെ രാഷ്ട്രീയമാണ് പറയുക. രാഷ്ട്രീയമായിട്ടൊരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റണ്ടേ? മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്നത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളുടെ പേരിൽ ആക്ഷേപം ഉന്നയിക്കലാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിൻ്റെ കേന്ദ്രം കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആക്രമിക്കുക, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുക, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറയുന്ന മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഞങ്ങളുടെയൊന്നും പേര് പറയാതെ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ദുരന്തത്തിലാണ് അദ്ദേഹം ചെന്നുപെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങളുടെ വിഷയമല്ല, ആരോപണങ്ങൾ ഒന്നും കഴമ്പില്ലാത്തതാണ്. ഇങ്ങനെ ഒരാൾ ഈ സമൂഹ മധ്യത്തിൽ ആരുടെയും മേലെ ഓടിക്കയറുക എന്ന് പറയുന്നൊരു തെറ്റായ കാര്യം ചെയ്യുന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല, അദ്ദേഹം ഇപ്പം എന്താ മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രീകരിച്ചതിൻ്റെ കാരണം? കേരള ചരിത്രത്തിൽ ഇത്രയുമേറെ തുടർച്ചയായി 5-8 വർഷത്തെ ഭരണത്തിൻ്റെ ഫലമായിട്ട് എല്ലാ കുടുംബത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തൊരു ഭരണം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നേട്ടമുണ്ടാക്കാത്ത ഒരു കുടുംബം കേരളത്തിലില്ല. അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് അനുകൂലമായിട്ട് പിന്തുണ കൂടുന്നു. ജനങ്ങളെ ശ്രദ്ധയിൽ നിന്നും തിരിച്ചുവിടണം. ഇത് ചർച്ച ചെയ്താൽ ഒരു ഇലക്ഷനിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടല്ലാതെ ആൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. ആ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് മറ്റ് പലരുടെയും കയ്യിൽ കളിക്കുന്ന കരുക്കളായി നിൽക്കുന്ന ഇതുപോലുള്ള ആളുകൾ ഈ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മരിച്ചുപോയത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് അധപ്പതിച്ചു പോയി, ഇല്ലാതായി. എന്താ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം? ഇടതുപക്ഷ രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ടോ? ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ? ഇല്ല. കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടോ? പറയട്ടെ. അദ്ദേഹം BJP രാഷ്ട്രീയം ഉണ്ടോ? ഇതെല്ലാം 3 ചേരിയായി നിൽക്കുന്ന രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയമായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപം പറഞ്ഞ് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരുപാട് അധോലോക സംഘങ്ങളുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അഴിമതിരഹിതമായ ജനനന്മ ഉയർത്തിക്കൊണ്ടുള്ള ഭരണത്തിൻ്റെ ഫലമായി നഷ്ടവും ക്ഷീണവും സംഭവിച്ച കുറേ അധോലോക സംഘങ്ങളുണ്ട്. ആ അധോലോക സംഘങ്ങളുടെ എല്ലാം പിൻബലം ഗവൺമെൻറ്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആക്രമണം നടത്തുന്ന ദുഷ്പ്രചാരണം നടത്തുന്ന ആളുകൾക്ക് കിട്ടിയെന്ന് വന്നേക്കാം. പല രീതിയിലാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എല്ലാമെതിരായി ശക്തമായ നടപടിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല വിധത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനമാവാം. അല്ല, ഇപ്പോൾ പൊതുവിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റുകൾക്കെതിരായിട്ടാണ് ഫയൽ ചെയ്യുന്നത്. ഉന്നയിച്ച കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഉന്നയിക്കുന്നത്. ഗവൺമെൻറ് ആണല്ലോ നിയന്ത്രിക്കുന്നത് പോലീസിനെ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. PV അൻവർ MLA തൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതായപ്പോൾ മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് പി ശശി പറഞ്ഞു വയ്ക്കുന്നത്.